ഗായ്സ് ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D. ഞാൻ ബെസ്റ്റ് ഡ്രൈവറാണ് ഗായ്സ്. ഞാൻ ഇവിടെ ഓടിക്കുന്നത് ഇത് അമേരിക്കൻ ബസ്സാണ്. ഇത് ഇന്ത്യൻ ശരിക്കും, ഇത് അമേരിക്കൻ ബസ്സാണ്. ഇത് ഗവൺമെൻറ് എനിക്ക് ഇത് തന്നെ. നമ്മുടെ ബസ് സ്റ്റാൻഡ് കുറച്ച് ദൂരമാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആരാണ് വിളിക്കണെന്നെ? പെട്രോൾ അടിക്കുന്ന മുമ്പ് അയാൾ വിളിക്കുന്നുണ്ട്. ചേച്ചി എൻ്റെ വിളിച്ച ചേച്ചി പറയണേ എനിക്ക് മറ്റേ പെട്രോൾ സ്റ്റേഷനിൽ പോവാണ്, നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, ആ ചേച്ചിനെ കയറ്റിയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടാനല്ല പറഞ്ഞത്, നമ്മളുടെ സ്ഥലത്തിലോട്ട് പോകാൻ പറഞ്ഞു. എൻ്റെ പെട്രോൾ പമ്പ് എൻ്റെ പഴയ വീടിൻ്റെ അടുത്താണ് ഗൈസ് പെട്രോൾ പമ്പ്. അതിൻ്റെ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യണം. മറ്റേ ഇവിടുത്തെ ബസ്സിൽ കുറേ സീറ്റൊക്കെ ഉണ്ട്. ഇത് KSRTC ഒന്നല്ല. ഇവിടെ നമ്പർ പ്ലേറ്റ് ഇല്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താ നമ്പർ പ്ലേറ്റ് ഒട്ടിച്ച അതെനിക്ക് അറിഞ്ഞൂടാ. പെട്രോൾ പമ്പ് ഓക്കെ, നമുക്ക് ഇവിടെ പെട്രോൾ പമ്പ് അതാണ് ഇതാണ് നമ്മുടെ പെട്രോൾ പമ്പ്. കുറച്ച് ദൂരം കൂടി പോയാൽ മതി. ഞാൻ റോങ് സൈഡ് ഇത്തിട്ട് പോകണ്ടേ. ഗവൺമെൻറ്റിന് ഒരു വിഷയമില്ല ഇത്. നമുക്ക് നേരെ നമ്മുടെ മറ്റേ ഫസ്റ്റ് ഈ ചേച്ചിനെ കൊണ്ട് ഇറക്കാം. ചേച്ചി ഇവിടെയാണ് ഇറക്കാൻ പറഞ്ഞത്. ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്ഥലം ഒപ്പിക്കണം. ഈ ബസ്സിൻ്റെ ഇൻറ്റീരിയർ നല്ലതൊന്നല്ല, കുറച്ച് ഇതാണ്. ഓക്കെ, നമുക്ക് പെട്രോൾ അടിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ പെട്രോൾ അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റോപ്പ് ഏതാണ്? ഫസ്റ്റ് സ്റ്റോപ്പ് ജുറാസിക് പാർക്കാണ് തോന്നുന്നത്. ഓക്കെ, ജുറാസിക് പാർക്കിൽ നമുക്ക് പോവാം. ഓക്കെ, ജുറാസിക് പാർക്ക് ഇവിടെ അടുത്തല്ല, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് അടുത്തല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടുത്തെ ഗിറിലൊക്കെ ചാടണം. ഇവിടെ ചേച്ചിയുണ്ട്, ചേച്ചിയോട് സംസാരിക്കും കയറുന്നതാണ്. ഓക്കെ ഗൈസ്, ഞാൻ 2 പേരല്ല 5 പേര് കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ ഇനി അടുത്ത സ്റ്റോപ്പ് ചെയ്താൽ ഡൈനോസർ ബീച്ചാണ്. നമുക്ക് ഡൈനോസർ ബീച്ചിലോട്ട് പോകാം. ഞാൻ മറ്റേ ഈ ബസ്സിൽ TV അതിലോട്ട് നമ്മൾ നോക്കണേ. ഈ ബസ്സിൽ മറ്റേ KSRTC 100 ഇപ്പോൾ 200 പോയി. ഇത് സാധാ ബസ്സാണ്. എനിക്കിപ്പോൾ $150 ഉണ്ട്, $150 സോറി. ഈ ബസ്സിന് ടോട്ടൽ സ്പീഡ് 60 ആണ് കേട്ടോ. ബാക്കിയുള്ള സ്പീഡുകൾ 200-400 ഒന്ന് പോയിട്ട്. ഡൈനോസർ ബീച്ച് കുറേ ദൂരം എടുക്കണോ തോന്നുന്നു. ഡൈനോസർ ബീച്ച് വരിക. ഓക്കെ ഗൈസ്, ഞാൻ ഡൈനോസർ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഡൈനോസർ ബീച്ചിന് വിളിക്കുന്ന കാർഡ് ഇതാണ്. ഡൈനോസർ പാർക്ക് ഇവിടെ ഇത് ബീച്ച്. ഓക്കെ, ബീച്ചിൽ ഒരു ചേച്ചിക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ചേച്ചി ഇറങ്ങിക്കോ. നമുക്ക് ഇനി ആരെങ്കിലും ഉണ്ടാ നോക്കി ഡൈനോസർ ബീച്ചിൽ കയറാം. ഓക്കെ, നമുക്ക് ഡൈനോസർ ബീച്ച് ഇത് റെഡ് ബസ്സാണ് കേട്ടോ. ഓക്കെ, ചേച്ചി കയറുന്നുണ്ടോ വണ്ടിക്ക്? ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ 5-6 പേര് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ $300 ഇവിടെയാണ് കുറച്ച് പേര് ഇറങ്ങിയിട്ട് 4-5-6 പേര് ഇത് ബസ്സിൽ കയറുമ്പോൾ പോകുമ്പോൾ $50 വെച്ച് അവർ തരും. അല്ലെങ്കിൽ അതാണ് നിയമം. ഈ ബസ്സാണെങ്കിൽ 60 km/h പോകണം. ഇവർ കുറച്ച് സ്പീഡിൽ പോകാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സ്ലോ ആണ് നമ്മുടെ ബസ്സിൻ്റെ ഇത് പ്രൈവറ്റ് ബസ്സാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇതെന്താണെന്ന് കാണാനില്ലല്ലോ. ഓക്കെ ഗൈസ്,
ഞാൻ മറ്റേ ഇങ്ങനെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. ജുറാസിക് പാർക്കിനെ കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റണ്ട് ഏരിയയിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റണ്ട് ഏരിയയിലോട്ട് പോവാം. ഞാൻ മറ്റേ സ്റ്റണ്ട് ഏരിയയിൽ കുറച്ച് റേസൊക്കെ ഞാൻ പണ്ട് കളിച്ചായിരുന്നു. ഇവിടുത്തെ ബസ്സിന് നല്ല സ്പീഡില്ല. ഇതിൻ്റെ പേര് സിറ്റീസ് ബസ് ആർജസോ. അയ്യോ, ഇവിടെ വണ്ടി ഇടിച്ചില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി ഇല്ല. ഇവിടെ എയർപോർട്ടാണ്. നമുക്ക് എയർപോർട്ടിലെ ആൾക്കാരെ കൂടി ഇവിടെ നിന്ന് എടുക്കാം. അവിടെ കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് പോകണം. ഓക്കെ, കയറിക്കോ. 1 hour വരും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ നമ്മുടെ അയ്യോ കയറിക്കോ, വണ്ടി ഇടിച്ചല്ല. ഓക്കെ, ഞാൻ സ്റ്റണ്ട് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റണ്ട് ഏരിയയിൽ ഇന്ന് രാത്രി ഷോ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഉള്ളതല്ല, ഇന്ന് 5:30 ഷോ നടത്തുന്നുണ്ട്. ഇപ്പം 4 മണിയായി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓഫീസ്. സ്റ്റണ്ട് ഏരിയ ടിക്കറ്റ് എടുക്കുന്ന ഓഫീസ്. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. സ്റ്റണ്ട് ഏരിയ ഇറങ്ങിക്കോളൂ. ഓക്കെ, ഇനി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. ബസ് സ്റ്റോപ്പ് ഇവിടെ അടുത്താണ് ഗൈസ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇവിടെ ആണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അത് ആ ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ പേര് സിറ്റീസ് ബസ് ആർജസ് എന്നാണ്. അറിഞ്ഞോടെ സിറ്റീസ് ബസ് ആർജസ് എന്ന് എഴുതിക്കൊണ്ട്. ഇനി നമുക്ക് നേരെ മറ്റേ നമ്മുടെ ഇവിടെ ലെഫ്റ്റ് അടിച്ച് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇട്ടു. ഓക്കെ ഗൈസ്, എനിക്കിപ്പോൾ ഞാൻ ബസ് ഓടിച്ചപ്പോൾ 1000 രൂപ ആയിരിക്കും. ഇത് നമുക്ക് നേരെ ഓഫീസിൽ പോയി കൊടുക്കണം. ഇവിടെ 2 ബസ്സുണ്ട്. ഞാൻ ഓടിച്ചോണ്ട് ഈ ബസ്സാണ്. ഇത് വേറെ ആരും ട്രിപ്പ് പോകുന്ന ബസ്സാണ്. നമുക്ക് നേരെ പൈസ കൊടുത്തിട്ട് കാണാം. എനിക്ക് ഈ ജോഡി 1000 രൂപ കിട്ടി ഗൈസ്. ഇത്രയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.